കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷന് ശേഷം രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകളും വിതരണം ചെയ്യും. ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 5-ന് രാവിലെ 10-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റൽ കേബിൾ TV മേഖലയിൽ 5-ാം സ്ഥാനത്തും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് മേഖലയിൽ 7-ാം സ്ഥാനത്തും കേരള വിഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ BSNL തൊട്ടുപിറകിലായി കേരള വിഷൻ 2-ാം സ്ഥാനത്ത് ഇന്ത്യയിൽ എത്തി നിൽക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഈ എന്റർപ്രണേഴ്സ് മീറ്റിനെ കേരള വിഷൻ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ 5 ലക്ഷം ഡിജിറ്റൽ കണക്ഷനും പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കേരള വിഷൻ്റെ ഒരു പ്രത്യേകത, ഒരു സംഘടന എന്ന നിലയിൽ COA എന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. 1500 പേര് പങ്കെടുക്കും. ഈ കൺവെൻഷനിൽ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രസന്റേഷനുകളും കേരള വിഷന്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള 1500ഓളം കേബിൾ TV സംരംഭകർ കൺവെൻഷനിൽ പങ്കെടുക്കും. ഇസാഫ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസ് സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും സംബന്ധിച്ച വിഷയത്തിൽ സംസാരിക്കും. കേബിൾ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവിടങ്ങളിൽ നടപ്പാക്കിയ ആധുനികവത്കരണവും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഒപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കൺവെൻഷനിൽ തൃശൂർ MLA K ബാലചന്ദ്രൻ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കൊമേഴ്ഷ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. ചടങ്ങിൽ തൃശൂർ മേയർ MK വർഗീസ് പങ്കെടുക്കും. കൺവെൻഷന് ശേഷം വൈകിട്ട് 5 മണി മുതൽ രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് NCV. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.